ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? നമ്മളോട് സുഖമായിരിക്കുന്നു, അങ്ങനെ റാഹത്തായിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റമദാൻ 28-ത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മുടെ പെരുന്നാൾ ആവാറായി. ഇപ്പോൾ 2 നോമ്പും കൂടി ഉള്ളൂ. അത് രണ്ടും കിട്ടുമെന്നറിയില്ല. ചിലപ്പോൾ 30 നോമ്പും കിട്ടും, ചിലപ്പോൾ 29 നോമ്പൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് 28ാമത്തെ നോമ്പിലത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ പെരുന്നാളിന് വരാമല്ലേ, അപ്പോൾ ഒന്ന് ക്ലീനും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 27 രാവിലെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വയ്യ. നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അവസാനം ആയപ്പോഴേക്ക് തീരെ വയ്യ. എന്നാലും കുറച്ചൊക്കെ ഒതുക്കലും കാര്യങ്ങളൊക്കെ 27 രാവിലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം അങ്ങോട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊട്ടെ മാത്രം മതി കേട്ടോ. അധികം മാറാമ്പലും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ 27 രാവിനൊക്കെ. അപ്പോൾ അന്നൊന്നും വീഡിയോ ഒന്നും ഇടാനൊന്നും ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നോമ്പ് അവസാനമായപ്പോഴേക്ക് ഭയങ്കര ക്ഷീണമായി. എന്താ പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി വൈകുന്നേരം വരെ എത്തിക്കലായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. പിന്നെ ചൂടും ഇപ്പോൾ കൂടി വരികയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കാലാവസ്ഥയും മാറ്റവും അങ്ങനെയൊക്കെ ആയിട്ടാണ്. ക്ലൈമറ്റ് മാറുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് സുഡാപ്പിയാണ് കേട്ടോ. അതാണ് ഫോണിങ്ങനെ ചെരിഞ്ഞും മറിഞ്ഞും അനങ്ങിയൊക്കെ കളിക്കുന്നത് കേട്ടോ. ഇവിടെ ക്യാമറ വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല, പിന്നെ സ്റ്റാൻഡൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് സുഡാപ്പിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അനങ്ങിലും കുരുങ്ങലൊക്കെ ഉള്ളത്. പിന്നെ പാത്തൂസ് എൻ്റെ പുറകെ നടക്കുന്നുണ്ട്, പൊടിയാവും മാറുക എന്ന് പറഞ്ഞിട്ടൊന്നും ആൾ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഇതേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ അവർക്ക് ചപ്പാത്തി മസാലക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ അങ്ങനെ അടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ അകമൊക്കെ അടിച്ച് തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും മറാമ്പിലൊക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അടുക്കള മാത്രമാണ് കേട്ടോ ഒന്ന് തുടയ്ക്കാനായിട്ടുള്ളൂ. ബാക്കി മൊത്തമൊക്കെ തുടച്ച് അവിടെയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ തുടയ്ക്കാൻ വേണ്ടി നിന്ന്. എന്നുവെച്ചാൽ നമ്മൾ തുടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വെള്ളം വേണം, ചായ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ അകത്തുനിന്ന് എടുക്കാനുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഒന്ന് ഉണങ്ങട്ടെ. അപ്പോൾ പിന്നെ ഇവിടെ അടുക്കളയിൽ കൂടെ വന്നോളൂ. അടുക്കള തുടക്കുന്ന സമയമാകുമ്പോൾ അവിടെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കൂടെ വന്നോളൂ എന്ന് വെച്ചിട്ട് അങ്ങനെ അവിടെ ഉണങ്ങാൻ വേണ്ടി കാത്തുന്നതായിരുന്നു കേട്ടോ. പാത്തൂസിന് പിന്നെ ഞാൻ കിടക്കയിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട്. പാത്തൂസിന് പേടിയാണ്, ഒരു പ്രാവശ്യം വീണ കാരണം കൊണ്ട് പാത്തൂസിന് പേടിയാണ്. പാത്തൂസ് അങ്ങനെ വരില്ല കേട്ടോ. പിന്നെ സുഡാപ്പിയും ദിലുവാണ് കേട്ടോ. അപ്പോൾ സ്കൂളും കൂടി പൂട്ടിയ കാരണം കൊണ്ട് ആകെ ജഗ്ഗ ബുഗയാണ്. പിന്നെ പെരുന്നാൾ എന്ന് പറഞ്ഞൊരു സന്തോഷം കൊണ്ട് ഡ്രസ്സൊക്കെ എടുത്തു എല്ലാവരും. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. പെരുന്നാളാറായില്ലേ, ഞങ്ങളിവിടെ ഡ്രസ്സൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാണ്ട് നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് കാണിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. സക്കാത്ത് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തത്. പിന്നെ ഈ ഒരു സൗണ്ട് കേൾക്കുന്നില്ല, ഇത് നമ്മുടെ വീട്ടിൽ ഞാൻ അന്നൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കിളിയുടെ സൗണ്ട്. അപ്പോൾ ദിലു എന്നോട് പറയാണ്, ഉമ്മച്ചി അത് വേണമെങ്കിൽ വീഡിയോ എടുത്തോ, നമ്മളൊന്ന് സൗണ്ട് കേൾക്കുന്നില്ലേ, ഒന്നിപ്പോൾ അതിനെ വേണമെങ്കിൽ കാണിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ക്ലിയർ ഇല്ല, എന്നാലും ജസ്റ്റ് ഇതിങ്ങനെ കാണിച്ചു തരാം ഞാൻ. ചെറുതായിട്ട് ആ കിളീനൊന്ന് കാണാനുണ്ട്, കൂട്ടത്തിൽ കുറേ കാക്കകളും ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളിത് രാവിലെ ഒതുക്കലും മടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇതേ പോവാണ് കേട്ടോ. മക്കളുടെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവർ 3 നാൾ മുടി വെട്ടാനായിട്ട് പോവാണ്. പാത്തൂസിൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെന്നാളും പിന്നെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാത്തൂസിന് രാവിലെ തന്നെ കുളിക്കും കേട്ടോ. 3 നാൾ കുളിക്കാറുണ്ട്. ഇന്നിപ്പോൾ പാത്തൂസിൻ്റെ കുളി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ മുടി വെട്ടാനായിട്ട് പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ നാളെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വെട്ട് കടയിൽ നല്ല തിരക്കായിരിക്കും. ഇന്ന് തന്നെ ഇപ്പോൾ വന്നപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ ഞാനൊരു ജ്യൂസ് വെച്ച് കൊടുത്തിട്ട് അകത്തിരിക്കാനുള്ള സ്ഥലമില്ല, അങ്ങനെ പുറത്ത് പടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ 2 പേരും അങ്ങോട്ട് ഇവിടെ മാറി മാറി ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ആ തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങിയതിൻ്റെ ശേഷം സുഡാപ്പിയുടെ മുടി വെട്ടാനായിട്ട് ഇരിക്കുന്നുണ്ട്. പാത്തൂസിൻ്റെ മുടി വെട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താവും എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പാത്തൂസ് മുടി വെട്ടാനൊക്കെ സമ്മതിച്ചു കേട്ടോ. കുറേ നാളായിട്ട് നമ്മൾ മുടി വെട്ടാനായിട്ട് വരും, എന്നിട്ട് അവർ 2 മുടി വെട്ടും, പാത്തൂസിൻ്റെ മുടി വെട്ടാൻ തിരിച്ചു പോകും കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കട്ടാക്കി കൊടുക്കാറാണ്. അങ്ങനെ സുഡാപ്പിയുടെയും ദിലുവിൻ്റെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേ പാത്തൂസിനെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് പാത്തൂസ് സന്തോഷിച്ചൊക്കെ ചെയ്തു കേട്ടോ, അവർ 2 മുടി വെട്ടിയായിരുന്നു. പിന്നെ അങ്ങോട്ട് മുഖത്തിൻ്റെ ഭാഗമൊക്കെ മാറി ചിരിക്കുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്, അങ്ങനത്തെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ആ ചേട്ടൻ ഇങ്ങനെ താഴേക്ക് നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ആളെ മയക്കെടുക്കായിരുന്നു കേട്ടോ. പിന്നെ സുഡാപ്പി മുമ്പിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയേണ്ടത്, ദിലു ഇങ്ങനെ ഓരോന്ന് പറയേണ്ടത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ മുടിവെട്ടലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും സമയം ഒരുപാടായിരുന്നു. ഞങ്ങൾ 3 മണിക്ക് പോയിട്ട് പിന്നെ വന്നത് എത്ര മണിക്കാണെന്നറിയോ? 5:30 കഴിഞ്ഞിട്ടുണ്ട്, 5:45 കേട്ടോ നമ്മൾ വീട്ടിലെത്തുമ്പോൾ. പിന്നെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. വേഗം 3 മണിക്കൊക്കെ പോയപ്പോൾ ഒരു 4:30 ആകുമ്പോഴേക്ക് തിരിച്ചെത്തും എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു പോയത്. പക്ഷേ വിചാരിച്ച പോലെയല്ല. പിന്നെ അതേ വേഗം ഓടി വന്നു.
രസമൊന്നും മാറിയില്ല കേട്ടോ. വേഗം മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു. പിന്നെ അതേ തക്കാളിയും സബോളയും പച്ചമുളകും ഒക്കെ കൂടി അങ്ങോട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ. നമുക്ക് വേഗം പിന്നെ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലപ്പൊടിയൊക്കെ നാളികേരത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അങ്ങനെ എല്ലാ പൊടികളും ഒക്കെ ചേർത്തിട്ട് നാളികേരം അരച്ചെടുത്തിട്ടില്ല. കുറച്ച് പെരുംജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം നാളികേരം അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മുട്ടക്കറിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. താളിക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ കറിവേപ്പിലയും പൊട്ടിച്ച് കൊണ്ടുവന്ന് കഴുകിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. പുറത്തിൽ പൈപ്പിൽ വെള്ളമുള്ള കാരണം അവിടെ തന്നെ കഴുകി ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഉള്ളിയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി മേടിക്കണമെന്ന് എന്നും വിചാരിക്കട്ടെ കടയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മോനെ പറഞ്ഞയക്കുമ്പോൾ. പക്ഷെ അത് മറന്നു പോകുന്നൊരു കാര്യം. ഇനിയിപ്പോൾ ഇവിടെ എഴുതി ഒട്ടിച്ചേക്കണമെന്ന് അറിയുന്നുണ്ട് മോൻ. അടുക്കളയിൽ ഒരു കടലാസ് എഴുതി വയ്ക്കുക. അപ്പോൾ ഓർമ്മയുള്ള സാധനങ്ങൾ അപ്പം തന്നെ എഴുതി വയ്ക്കുക. അപ്പോൾ കടയിൽ പോകുമ്പോൾ അത് നോക്കി സാധനങ്ങൾ മേടിക്കാമല്ലോ എന്നുള്ളതുണ്ട്. എന്നും മറന്നു പോകുന്നൊരു കാര്യമാണ് കേട്ടോ ഈ ചെറിയ ഉള്ളിയുടെ കാര്യം. അങ്ങനെ കറി ഒന്ന് തിളച്ചതിൻ്റെ ശേഷം മുട്ട പുഴുങ്ങിയത് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് താളിപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് വേഗം കറി അങ്ങോട്ട് താളിച്ചെടുക്കാം. പിന്നെ ഞാൻ പോകുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു 2 മണിയൊക്കെ ആയ സമയത്താണ് കേട്ടോ വെള്ളയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ മാവ് എന്തായി എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായതിൻ്റെ ശേഷം ഉള്ളി ഇട്ട് കൊടുത്ത് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കറി അങ്ങോട്ട് താളിച്ചെടുക്കുക. അതിന് ശേഷം ഞാൻ മാവൊന്ന് കാണിച്ചു തരാം കേട്ടോ. വളരെ കുറച്ച് സമയമല്ലേ ഞാൻ വെച്ചിട്ടുള്ളൂ. 2-2.5 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ടാവും എന്നാണ് നോക്കുന്നത്. എന്തായാലും നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് എന്തായാലും മാവ് കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിത് വോയിസ് കൊടുക്കുന്ന പിറ്റേ ദിവസമല്ലേ. പക്ഷേ എന്നാലും ഞാനങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാ നമ്മുടെ മാവ് കണ്ടോ നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടുത്തെ ചൂടിൻ്റെ അവസ്ഥ ഇപ്പം അറിയാമല്ലോ, നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം 1 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ തന്നെ നല്ല പോലെ തന്നെ മാവ് പൊന്തി വരും കേട്ടോ. അതേ കണ്ട നമ്മുടെ സോപ്പും അതുപോലെയുള്ള മാവ്. അപ്പോൾ ഈ മാവിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ചാനലിൽ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ എന്താ പറയുക ഓരോ ടിപ്സൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. ഇഡ്ഡലി മാവ്, വെള്ളയപ്പ മാവ്, ദോശമാവിനൊക്കെ ഓരോ ടിപ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാവ് ഞാൻ കുറച്ച് അതിൽ നിന്ന് മാറ്റി വെച്ചു കേട്ടോ. ഞാനിപ്പോൾ നോമ്പായ കാരണം കൊണ്ട് പലഹാരം വൈകുന്നേരം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് കുറച്ച് അധികം ഉണ്ടാക്കും. വെള്ളയപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചെടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ അവർക്ക് രാവിലെ മക്കൾക്ക് റെഡിയാക്കി കൊടുക്കാമല്ലോ, 10 ദിവസത്തിന് സുഡാബിക്കൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് മാവ് ഞാൻ ഉപ്പ് ചേർക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ആദ്യത്തെ മാവ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. നല്ല പോലെ തന്നെ മാവൊക്കെ പൊന്തിയത് കൊണ്ടാണ് തന്നെ ഇതേ കണ്ടോ നല്ല പോലെ തന്നെ ഹോൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളും ചെയ്യാം കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6:15 ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയമുള്ളൂ. അപ്പോഴേക്കും നമുക്ക് വേഗം വെള്ളം കലക്കിയെടുക്കണം. പിന്നെ തണ്ണിമത്തങ്ങ ഉണ്ട്, അതും കൂടി ഒന്ന് മുറിച്ച് റെഡിയാക്കി വയ്ക്കണം. തണ്ണിമത്തങ്ങ ഇല്ലാത്ത എനിക്ക് നോമ്പ് തുറയില്ല കേട്ടോ. എനിക്ക് എന്നും തണ്ണിമത്തങ്ങ തിന്നുകയാണെങ്കിൽ അത്ര ഇഷ്ടമാണ് കേട്ടോ തണ്ണിമത്തങ്ങ തിന്നാനായിട്ട്. നമുക്ക് ദാഹത്തിനും എല്ലാത്തിനും എന്താണ്. പിന്നെ ഞാൻ തണ്ണിമത്തങ്ങ തിന്നാനിട്ട് അവിടുത്തെ ഫ്രണ്ടിലത്തവരൊക്കെ പറഞ്ഞു തണ്ണിമത്തങ്ങ അധികം കഴിക്കേണ്ട ഗ്യാസാണ് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇന്നേ വരെ നോമ്പെടുത്തിട്ട് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ അവിടുത്തെ ആ ചേട്ടൻ കൊണ്ടുതരാറുണ്ട്. ആൾ ഇങ്ങനെ ലോഡൊക്കെ ഇറക്കാൻ പോകുമ്പോൾ തണ്ണിമത്തങ്ങ ഉണ്ടെങ്കിൽ അവർ വീട്ടിലാരും കഴിക്കില്ലയെന്ന് അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ എനിക്കൊരു കഷ്ണം തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് ഇത് മാത്രം വേണ്ട നോമ്പ് തുറക്കാൻ കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞതായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, എന്താണെന്നറിയില്ല. അങ്ങനെ തണ്ണിമത്തങ്ങയൊക്കെ ഞാനിത് മുറിച്ച് ചെറിയ പീസാക്കി വെക്കട്ടെ ഇനി വേഗം. പിന്നെ സുഡാപ്പീനും പാത്തൂസിനും ഒന്ന് കുളിപ്പിച്ചും കൂടി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ വെള്ളമൊന്നും ഞാൻ അടുപ്പത്തിൽ വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ നല്ല വെയിലുള്ള കാരണം ടാങ്കിലത്തെ വെള്ളം നല്ല ചൂടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് മുക്കിയിട്ടാണ് ഞാൻ അവരെ മേല് കഴുകി കൊടുക്കാറ്. വൈകുന്നേരം തല കഴുകി കൊടുക്കാറില്ല കേട്ടോ. അന്നേരം അങ്ങനെ ഒരു ശീലമില്ല. മേല് കഴുകുന്ന ശീലമുണ്ട്, തല കഴുകാറില്ല. 2 നേരം തല കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം മുടി വെട്ടണ കാരണം കൊണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ചോർച്ചിലൊക്കെ ഉണ്ടാവില്ല വെച്ചിട്ട് ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഈ വെള്ളം കൂടി ഒന്ന് കലർത്തിയിട്ട് തലയും മേലൊക്കെ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം അപ്പം കൂടി ഉണ്ടാക്കി കഴിയുമ്പോൾ
പാങ്ക് കൊടുക്കുമ്പോഴേക്കും വേഗം അവരൊന്ന് കുളിപ്പിച്ച് കൊടുക്കാൻ വെച്ചിട്ടാ. പിന്നെ അത് ഞാൻ വേഗം ജ്യൂസും കൂടി കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുപ്പിയിൽ കറക്റ്റ് വെള്ളം നമുക്ക് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ കറക്റ്റാണ് കേട്ടോ. ഒരു കുപ്പി ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാറാണ്. രാവിലെ തന്നെ എണീക്കുമ്പോൾ അങ്ങനെ കയറ്റി വയ്ക്കും, അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം കിടക്കുമ്പോൾ അങ്ങനെ വയ്ക്കും. പിന്നെ കലക്കി അങ്ങനെ വെക്കാറാണ് പതിവ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ജ്യൂസ് കലക്കിയിട്ട് ഒരു മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. വെക്കാൻ മറന്നാലും, പിന്നെ ഇപ്പോൾ ചൂടായ കാരണം കൊണ്ട് തന്നെ മറന്നാലും ഇല്ലെങ്കിലും മക്കൾ റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ അപ്പക്ക് ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ജ്യൂസ് എടുത്തിന് അകത്ത് തന്നെ വെക്കട്ടെ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറുമ്പ് വരികയാണ് കേട്ടോ. ഇവിടെ പുറത്ത് വെക്കാനേ പറ്റൂല. ഇപ്പോൾ ചായയൊക്കെ ഞാൻ മധുരം ഇട്ടിട്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ചായയിൽ മൊത്തത്തിൽ ഉറുമ്പ് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും പുറത്ത് വയ്ക്കില്ല. ചായ വെച്ച് വെക്കുകയാണെങ്കിൽ തന്നെ മധുരം ഇടാണ്ട് വെക്കും. അവർ ചോദിക്കുമ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ മധുരം ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ കൊടുക്കാറ്. അങ്ങനെ ഇതേ അപ്പവും മുട്ടക്കറിയും ജ്യൂസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേ മൂത്തുമ്മാടെ പഴംപൊരിയും പിന്നെ എന്താ പറയുക അടയും ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത് ഇത്രയാണ്. പിന്നെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്, ഞാൻ ഇന്ന് മൈലാഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായി വിചാരിക്കുന്നു മൈലാഞ്ചി ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും ഇനി പെരുന്നാളല്ലേ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്ന് ഞാൻ മുടി വെട്ടാൻ പോയപ്പോൾ സമയത്ത് പാത്തൂസിനൊരു ട്യൂബ് മൈലാഞ്ചിയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് ഇങ്ങനത്തെ ഒരു ടിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനത് ഒരു ടിന്നിൽ ആണ് കേട്ടോ മൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വേറൊരു പാത്രം, പാത്തൂസിന് കളിക്കുന്നൊരു പാത്രമാണ് കേട്ടോ, അതെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 4 ടീസ്പൂൺ ചെറിയ സ്പൂണാണ് കേട്ടോ ചായയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചായയിലും പഞ്ചസാരയും ഒന്ന് മിക്സ് ആക്കി നോക്കാം. മിക്സ് ആക്കിയപ്പോൾ ചായയില കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി 2 ടീസ്പൂണും കൂടി ചായയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ടിന്നിലേക്ക് പെയിൻറ്റിൻ്റെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു ഹോർലിക്സിൻ്റെ ഒരു ടിന്നായിരുന്നു കേട്ടോ, അപ്പോൾ അതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഞാനിത് അതിൻ്റെ ഉള്ളിലേക്ക് പഞ്ചസാരയും ചായയിലും കൂടി മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് എല്ലാതും ഒന്ന് സൈഡിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗ്ലാസ് ഇറക്കി വെക്കാനുള്ളൊരു ഗ്യാപ്പ് മാത്രം, അത് മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ഥിരം മൈലാഞ്ചി ഉണ്ടാക്കുമ്പോൾ ഇതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വക്കൊക്കെ ഒന്ന് നിളങ്ങിയതും സൈഡൊക്കെ ഒന്ന് അമർന്നതൊക്കെ ആയിട്ടുള്ളൊരു സ്റ്റീൽ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ആ ടിന്ന് ഞാനിതിങ്ങനെ അടുപ്പത്തേക്കൊന്ന് ചൂടാകാൻ വെച്ചിട്ട് ഇതേപോലെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ആ മുകളിലത്തെ വെള്ളം ഒന്ന് ചൂടായി അടിയിലേക്ക് ഇങ്ങനെ ആവി ഉറ്റുമ്പോഴാണ് ആ ഉള്ളിലുള്ള ചായയിലും പഞ്ചസാരയൊക്കെ ഒന്നിങ്ങനെ കരിഞ്ഞ് അതിൻ്റെ ആവി ഉറ്റി വരും കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ മൈലാഞ്ചിയുടെ വെള്ളം കിട്ടുന്നത്, മൈലാഞ്ചി ഉണ്ടാക്കാനുള്ള ഒരു മെറൂൺ കളറായിട്ടുള്ള വെള്ളം കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല, ആവിയൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടും കൽപ്പിച്ച് കൂട്ടി അങ്ങോട്ട് തുറന്ന് നോക്കട്ടെ എന്ന് വെച്ചാൽ തുറന്നതാട്ടോ പഠിച്ചോനേ. അപ്പോൾ വിചാരിച്ച പോലെയല്ല കേട്ടോ. എന്തായാലും കുറച്ച് വെള്ളം അത്യാവശ്യത്തിന് എനിക്കും പാത്തൂസിന് ഇടാനുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് ആവി പോകണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് തീരെ വെള്ളം കിട്ടില്ല എന്ന്. പക്ഷേ അത്യാവശ്യം വെള്ളം കിട്ടിയിട്ടുണ്ട്. എനിക്ക് പാത്തൂസിന് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ കണ്ട കോലം കണ്ടത് നമുക്ക് ഇനി ഈ ഗ്ലാസ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരെണ്ണം എടുത്തത്. അങ്ങനെ ഈ വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളത്തിലാണ് നമ്മൾ ഇതിലേക്ക് മൈദപ്പൊടി കലക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതൊരു ഈർക്കിളി എടുത്തിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ആ ഈർക്കിളി ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ മൈദപ്പൊടി, ആദ്യം കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് നമുക്ക് എത്രയ്ക്ക് കട്ടി വേണം അതിനനുസരിച്ച് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒട്ടി നിൽക്കുക കേട്ടോ, കട്ടയായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ കുറേശ്ശെ ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ ഇത് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്തൂസിന് നല്ല ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ മൈലാഞ്ചി നാളെ കയ്യിലിട്ട് കൊടുക്കുക, ഇന്നിപ്പോൾ ഇത് നഖത്തിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. രണ്ടും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവൾ തട്ടിക്കളയും, പിന്നെ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് ഇപ്പം തന്നെ ഇടണമെന്ന് പറഞ്ഞു. ഞാൻ ആ മൈലാഞ്ചി മേടിച്ചത് ആൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും കയ്യിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടായ കാരണം കൊണ്ട് തന്നെ ബനിയനൊന്നും ഇട്ടിട്ടില്ലേ. പിന്നെ അതേ കൈൻ്റെ അടിയിൽ ഒരു ഡിസൈൻ അങ്ങോട്ട് വരച്ചു കൊടുത്തു. പിന്നെ ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി അത് നഖത്തുമ്മലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്തോരം നേരം പിടിച്ചിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവൾ ഉറങ്ങിയിട്ട് വേണം എനിക്കും ഇതുപോലെ മൈലാഞ്ചിയൊക്കെ ഇടാനായിട്ട് കേട്ടോ. മൈലാഞ്ചി ഒന്നും കയ്യിൽ നിന്ന് പോയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് അങ്ങോട്ട് മായുമ്പോഴേക്കും ഡെയിലി മൈലാഞ്ചി ഇട്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ശീലമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. പാത്തൂസിൻ്റെ കയ്യിലും കാലിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാനും കൂടി ഇട്ടിട്ട് നാളത്തെ വീഡിയോയിൽ ഞാൻ അതൊക്കെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.